അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, വളരെയധികം വേദനിപ്പിക്കുന്ന വാർത്തയാണ് എൻ്റെ പ്രിയമുള്ളവരെ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് മുമ്പിലെത്തുന്നത്. ഒരുപാട് മരണവാർത്തകൾ, സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ വരികയാണ്. പടച്ച റബ്ബേ, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. കുറച്ച് ദിവസമായിട്ട് കുറച്ച് സ്ത്രീകൾ പെട്ടെന്ന് മരിക്കുന്ന അവസ്ഥ നമ്മൾ കുറേ കണ്ടു. അല്ലാഹുവേ പടച്ചവനെ, കഴിഞ്ഞ ദിവസം സൈനബ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മ സ്വന്തം മകളുടെ കല്യാണം അടുത്തിരിക്കാൻ, കല്യാണ വീടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കപ്പ് കേക്ക് കഴിച്ചതാണത്രേ. തൊണ്ടയിൽ കുടുങ്ങി ആ പ്രിയപ്പെട്ട ഉമ്മ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ. പടച്ച റബ്ബേ, പിന്നീട് ആ വീട്ടിലേക്ക്, കല്യാണ വീട്ടിലേക്ക് വരുന്നത് മയ്യത്തായിരുന്നു എന്ന സംഭവമാണ്. പടച്ച റബ്ബേ, ഒന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയമുള്ളവരെ, ആ ഒരു സംഭവം. കല്യാണ വീട്, പുതിയാപ്പള വന്ന് കയറേണ്ട വീട്, പുതിയെണ്ണ ഇറങ്ങേണ്ടതായിട്ടുള്ള വീട്. പടച്ച റബ്ബേ, അവിടുന്ന് മരണ വീടായി മാറുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിക്കാണ് നിങ്ങൾ. ആ കുടുംബം എത്ര വലിയ സന്തോഷത്തിലായിരിക്കും. എൻ്റെ മകളുടെ വിവാഹം, അല്ലേ, എൻ്റെ മകൻ്റെ വിവാഹം. ആ വിവാഹത്തിൻ്റെ സന്തോഷത്തിലും ആനന്ദത്തിലും നിൽക്കുന്ന സമയത്താണ് പടച്ച റബ്ബേ സ്വന്തം ഉമ്മാൻ്റെ മുമ്പിലേക്ക് അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഉമ്മ മരണപ്പെടുന്നു എന്നൊരു സംഭവം കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. എത്ര സന്തോഷത്തോടു കൂടിയാണ് ആ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും സ്വന്തം മകളെ അവിടെ നിന്ന് പടച്ചവനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അതിന് ആ ഉമ്മയ്ക്ക് കഴിഞ്ഞോ? ഇല്ല എൻ്റെ പ്രിയമുള്ളവരെ, ആ വീട് മരണ വീടായിട്ട് മാറുകയാണ്. പടച്ച റബ്ബേ, കുടുംബക്കാരും എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു സമയം, സന്തോഷത്തോടെ പുതുവസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട്, മുല്ലപ്പൂ ധരിച്ചിട്ട്, പുതിയ ആഭരണങ്ങൾ ധരിച്ചിട്ട് എല്ലാവരും എത്തുന്ന ആ ഒരു സമയം, പടച്ച റബ്ബേ, ആ സമയത്താണ് മരണമെന്ന് പറയുന്ന ആ വലിയൊരു വിഷമഘട്ടത്തിലേക്ക് ആ കുടുംബം കടക്കുന്നത്. പടച്ച റബ്ബേ, ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ റബ്ബേ. ആ പൊന്നുമോളുടെ കാര്യത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തആല അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പ്രയാസത്തിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ തന്നെ ഖത്തറിൽ പ്രവാസിയായിട്ടുള്ള ഒരു സ്ത്രീ, അല്ലേ, നൗറിൻ എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു സ്ത്രീ, പ്രിയപ്പെട്ട സഹോദരി, 1 വയസ്സുള്ളൊരു മകനുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. പടച്ച റബ്ബേ, പെട്ടെന്നാണ് ഹൃദയാഘാതം വന്നു മരിക്കുന്നു. അല്ലാഹുവേ പടച്ച റബ്ബേ, ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും റഹ്മത്തും നീ നൽകണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കാണുന്നത്, നമ്മൾ പറയുന്നത്, പടച്ച റബ്ബേ, നമ്മൾക്ക് ഇതിലൂടെ അവർക്ക് ദുആ ചെയ്യാനും അവർക്ക് വേണ്ടി ഒരു നന്മയോടെ പ്രാർത്ഥിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കാൻ, അല്ലേ, അതിലുള്ളൊരവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ഇങ്ങനെ നമുക്ക് മുമ്പിൽ ഒരുപാട് ആളുകൾ ഇന്ന്, ഒരുപാട് ഉമ്മമാർ, സ്ത്രീ സഹോദരിമാർ പടച്ച റബ്ബേ പെട്ടെന്നിങ്ങനെ മരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെയും നിങ്ങളുടെയും മരണത്തെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മരണത്തെയാണ് പടച്ച റബ്ബ് ഇതിലൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്, ഓർമ്മപ്പെടുത്തി തരുന്നത് എന്നുള്ളൊരു ബോധം എൻ്റെ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും വേണം. റബ്ബ് നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മരിക്കുന്നത് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ, ഞാൻ ഏതു സമയത്തും മരിക്കുമെന്ന് ഓർമ്മയില്ലെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കപ്പ് കേക്ക് കഴിച്ചപ്പോഴാണ് ആ ഉമ്മ മരിച്ചു പോയത്. അത് തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് മരിച്ചു പോയത്. പടച്ച റബ്ബ് കരുതിയാൽ അങ്ങനെയാണ്. ആ ഒരു കേക്ക് മതി. നമ്മുടെ ഈ ലൈറ്റത്ത് കൂടി ഇങ്ങനെ പാറി നടക്കുന്ന ചെറിയ പ്രാണി ഉണ്ടല്ലോ, പടച്ച റബ്ബ് കരുതിയാൽ ആ ഒരൊറ്റ പ്രാണി മതി നമ്മളെ കൊല്ലാൻ. ആലോചിച്ച് നോക്കണം നമ്മൾ. ആ ഒരു പ്രാണി നമ്മുടെ ശരീരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ അത് മതി നമ്മുടെ ജീവിതം നഷ്ടപ്പെടാൻ. അങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അവസ്ഥ. അത്രയ്ക്കുള്ളൂ നമ്മളൊക്കെ എന്ന് നമ്മളൊന്ന് സ്വയം മനസ്സിലാക്കണം. പല ആളുകളും പറയുന്നതും കാട്ടുന്നതും അവരൊക്കെ ചിന്തിക്കുന്നതുമൊക്കെ ഇന്ന് നമ്മൾ കണ്ടാൽ പടച്ചവനെ എല്ലാവർക്കും തോന്നിപ്പോകുന്നു ഇന്ന് ആരും മരിക്കൂല എന്നുള്ളത്. ഇവിടെ നിന്ന് ആരും മരിച്ചു പോകണില്ല, എല്ലാവരും ഇവിടെ ജീവിച്ചിരിക്കും എന്ന് സ്വയം പടച്ച റബ്ബേ ചിന്തിച്ചു പോകാൻ. ആ രൂപത്തിലാണ് ഇന്ന് പല ആളുകളുടെയും പ്രവർത്തനവും സംസാരവും അവരുടെ പെരുമാറ്റങ്ങളൊക്കെ കാണുന്നത്. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു നന്മ കൊടുക്കട്ടെ, നല്ല ബോധം അല്ലാഹു തആല കൊടുക്കട്ടെ. അതുകൊണ്ട് മരണം എന്നുള്ള അവസ്ഥ നമുക്കൊക്കെ വരാനുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. അല്ലാഹു അതിനെ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. പടച്ച റബ്ബേ, ആ മരിച്ചുപോയ 2 പ്രിയപ്പെട്ട ഉമ്മമാർക്കും സഹോദരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം അല്ലാഹു തആല നൽകട്ടെ. ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഇതുപോലുള്ള പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.
അള്ളാഹു തആല നന്മയാർന്ന ചിന്തയിൽ റബ്ബിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ആ ഒരു അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ ഏത് സമയത്തും വരും എന്നുള്ളൊരു ബോധത്തോട് കൂടെ ജീവിക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.